നമസ്കാരം. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന ആവശ്യത്തിൽ സിനിമാ സമരം പ്രഖ്യാപിച്ച നിർമ്മാതാവ് ജി സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെ മോഹൻലാൽ അടക്കമുള്ളവർ രംഗത്തുണ്ട്. നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അംഗവുമായ ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെതിരെ പ്രതികരണവുമായി എത്തിയതിന് പിന്നാലെ നിരവധി പേരാണ് ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായും എത്തിയത്. പൃഥ്വിരാജ് സുകുമാരൻ അടക്കമുള്ളവരും ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത് പിന്തുണ അറിയിച്ചിരുന്നു. ഇതോടെ മലയാള സിനിമയിലെ പ്രബലമായ രണ്ട് ചേരികൾ തമ്മിലാണ് പോരടിക്കുന്നത്. ഇതിനിടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇന്ന് മലയാള സിനിമയുടെ സൂപ്പർ താരമായി മാറിയ പൃഥ്വിരാജിന്റെ പിതാവ് സുകുമാരന്റെ പഴയൊരു അഭിമുഖമാണ്. മലയാള സിനിമയിലെ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് സുകുമാരൻ പറഞ്ഞ വാക്കുകളാണ് കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. 35 വർഷങ്ങൾക്ക് മുൻപ് താരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ച് നടനും നിർമ്മാതാവുമായ സുകുമാരന്റെ പരാമർശം ഇപ്പോൾ ചർച്ചയാവുകയാണ്. പ്രതിസന്ധി നേരിടുന്ന സിനിമാ വ്യവസായത്തെ രക്ഷിക്കാൻ ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലം നിയന്ത്രിക്കണമെന്ന് 1988-89 കാലയളവിൽ റാന്നിയിൽ വെച്ച് മാതൃഭൂമിയുടെ സിനിമാ പ്രസിദ്ധീകരണമായ ചിത്രഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ സുകുമാരൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ പൃഥ്വിരാജ് അടക്കം താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട സുരേഷ് കുമാറിനെ വിമർശിക്കുമ്പോഴാണ് സുകുമാരന്റെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത്. അന്നത്തെ അഭിമുഖത്തിൽ വളരെ വ്യക്തമായാണ് താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് സുകുമാരൻ പറഞ്ഞത്. ടെലിവിഷനുമായുള്ള മത്സരം വന്നപ്പോൾ സിനിമയുടെ സാങ്കേതികത മെച്ചപ്പെടുത്തേണ്ടതായി വന്നിരിക്കുകയാണ്. അതിന്റെ ചിലവ് ചുരുക്കാനാവില്ല. താരങ്ങളെ പിടിച്ചു നിർത്തുകയാണ് ഏക പോംവഴി. മലയാളത്തിൽ 4 ലക്ഷവും അതിലധികവും പ്രതിഫലം വാങ്ങുന്നവരുണ്ട്. ഇവരെ നിയന്ത്രിച്ചാൽ നിർമ്മാണ ചെലവുകൾ ഒരു പരിധിവരെ ചുരുക്കാം. കേരളത്തിൽ വലിയ നിർമ്മാതാക്കൾ എന്ന് പറയാൻ 15 പേർ മാത്രമേ ഉള്ളൂ. 1 ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുക്കില്ലെന്നിവർ കൂട്ടായി തീരുമാനിച്ചാൽ മതി. ആരെങ്കിലും അഭിനയം വേണ്ടെന്ന് വെക്കുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ആന്ധ്രയിൽ സൂപ്പർ സ്റ്റാറിന് പ്രതിഫലം 25 ലക്ഷം വരെ ഉയർന്നപ്പോൾ അവിടെ നിർമ്മാതാക്കൾ കൂടി തീരുമാനിച്ചു ഇനി ആർക്കും 4 ലക്ഷം രൂപയിലധികം കൊടുക്കില്ല. ഇപ്പോൾ ഈ തുകയ്ക്ക് അഭിനയിക്കാൻ അവിടെ ഏത് സൂപ്പർ സ്റ്റാറും തയ്യാറാണ്. അത് ഇവിടെയും ഉണ്ടാകണം. ചിത്രഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ സുകുമാരൻ പറയുന്നു. ഈ അഭിമുഖത്തിന്റെ പത്രക്കട്ടിംഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാണ്. സിനിമാ മേഖല ജൂൺ 1 മുതൽ നിശ്ചലമാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ജി സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനം വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. വിവിധ സിനിമാ സംഘടനകൾ ചേർന്നെടുത്ത തീരുമാനമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനം. മലയാള സിനിമയിലെ യുവതാരങ്ങളെ വിമർശിച്ചെത്തിയ സുരേഷ് കുമാറിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് രംഗത്തുവന്ന ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി പൃഥ്വിരാജും രംഗത്തുവന്നു. എല്ലാം ഓക്കെ അല്ല അണ്ണ എന്നായിരുന്നു ആന്റണി പെരുമ്പാവൂരിനെ കുറിപ്പ് പങ്കുവെച്ച് പൃഥ്വിരാജ് കുറിച്ചത്. ഉണ്ണി മുകുന്ദൻ, അജു വർഗീസ് തുടങ്ങിയവരും ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി എത്തി. മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും 100 കോടി ക്ലബ്ബുകൾ നിർമ്മാതാക്കളുടെ നുണക്കഥകളാണെന്നുമുള്ള സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നത്. ഒരു സംഘടനയെ പ്രതിനിധീകരിച്ച് പറയേണ്ട കാര്യങ്ങളല്ല പൊതുസമക്ഷം സുരേഷ് കുമാർ അവതരിപ്പിച്ചതെന്നും ഈ പ്രവണത മലയാള സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമാകുമെന്ന് താൻ കരുതുന്നില്ലെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. ജൂൺ 1 മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായി വലിയ ആവേശത്തിൽ സുരേഷ് കുമാർ പറഞ്ഞത് ഞാനും കണ്ടു. മറ്റു ചില സംഘടനകളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവണം അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്തരത്തിലൊരു സമരനീക്കം സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 100 കണക്കിന് ആളുകളെ അതുവഴി 1000-കണക്കിന് കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്നു എന്നാണത്. സംഘടനയെ പ്രതിനിധീകരിച്ച് ആരാണ് ഇതൊക്കെ പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്, എന്താണ് അതിന് പിന്നിലെ ചേതോവികാരം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തത വേണ്ടതുണ്ട് എന്നായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ വാക്കുകൾ.